ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സ്ക്വാഡിനെ കുറച്ച് ഡിസ്കസ് ചെയ്യാം. SD റെഡ് ബുൾ കുടിച്ചുകൊണ്ടാണോ സൈൻ ചെയ്തതെന്ന് ഒരു ഡൗട്ട്. റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്നല്ലേ, പക്ഷേ ഇവിടെ 3 വിങ്സ്, അതും സെയിം സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ 3 വിങ്സ്. ഓ അടിപൊളി ഗായ്സ്, എനിക്ക് അറിയില്ല എന്തിനാണ് ഈ 3 വിങ്ങേഴ്സ്. ഇവർ 3 പേരും നെക്സ്റ്റ് കളിക്കുന്ന പൊസിഷൻ സെക്കൻഡ് സ്ട്രൈക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ക്വാഡിൻ ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതും വിങ്ങേഴ്സ് ആണ്. എക്സാമ്പിൾ കോറോ, എമേങ്, നിഹാൽ. പിന്നെ എന്തിനാണ് 3 ഫോറിൻ വിങ്ങേഴ്സ്? ഒരു ജാഹു ടൈപ്പ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അല്ലേ അത്യാവശ്യം? അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയേഴ്സ് ആണ് ഈ 3 വിങ്ങേഴ്സ്. ഈ വിങ്ങേഴ്സിലെ ഒരാളെ ഒഴിവാക്കി ഒരു ഫോറിൻ DM-നെ മേടിക്കായിരുന്നു. നമുക്കാണെങ്കിൽ ഒരു നല്ല ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ മിഡ്മാരുടെ ഫോം ഓരോ വർഷം തോറും കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ പാസിംഗ് ആക്യുറസി പോലുമില്ല. നല്ല ഒരു ഫോറിൻ DM ഓപ്പോസിറ്റ് ടീമിലുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് നോക്കണ്ട. പ്രീവിയസ് സീസൺ നോക്കിയാൽ മതി. ഗോൾ കീപ്പറിൽ നിന്ന് പാസ് CBയിലേക്ക്, പിന്നെ ടു ലെഫ്റ്റ് ബാക്ക്, ദെൻ ടു നോഹ. ഇതാണ് നമ്മുടെ പാസിംഗ് സ്ട്രക്ചർ. ഈ പാസിംഗ് സ്ട്രക്ചറിന് കാരണം നമ്മുടെ വീക്ക് മിഡ്ഫീൽഡ് ആണ്. അത് ഈ വർഷവും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. മീലോസിനെ മാറ്റി ജുവാനെ കൊണ്ടുവന്നത് ഡിഫൻസിനെ കൂടുതൽ സ്പീഡി ആൻഡ് സ്ട്രോങ് ആക്കും. ബിക്കാഷ് ഇപ്പോൾ ഫോമിലല്ലേ, സോ ഡിഫൻസ് സീനില്ല എന്ന് തോന്നുന്നു. പിന്നെ ലെഗാറ്റോർ ഈ സീസൺ ഫുൾ കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് ഡൗട്ട് ഉണ്ട്. ലെഗാറ്റോർ മീലോസിനെ പോലെ ഒരു സ്ലോപ്പി പ്ലെയർ ആണ്. ISLന് അഗ്രസീവ്, ക്വിക്ക് ആൻഡ് ആക്റ്റീവ് പ്ലെയേഴ്സ് ആണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ ഫൈനൽ 4 ഫോറിൻ പ്ലെയേഴ്സ് ഇൻ സ്റ്റാർട്ടിംഗ് ലൈൻ അപ്പ് ആ കോൾഡോ, നോഹ, ലുണ ആൻഡ് ജുവാൻ. പിന്നീട് ടിയാഗോ ക്ലിക്ക് ആയാൽ ലൂണ ഓർ നോഹ ഔട്ട് ഫ്രം സ്റ്റാർട്ടിംഗ് 11. അതിനുള്ള ചാൻസ് വെരി ഹൈ. കോൾഡോ ആൻഡ് ജുവാൻ സെറ്റ് പീസിൽ അടിപൊളിയാണ്. സോ സെറ്റ് പീസ് ഈ സീസൺ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. സെക്കൻഡ് ഹാഫിൽ കോൾഡോനെ സബ് ചെയ്ത് ടിയാഗോ ആൻഡ് നോഹ ഒരുമിച്ച് വരുമ്പോൾ കൗണ്ടർ അറ്റാക്ക് നടത്തി പൊളിക്കാൻ പറ്റും. ലൂണയുടെ ലോങ് പാസിലൂടെ 2 വിങ്സിലൂടെ കൗണ്ടർ അറ്റാക്ക് നടത്താം. നോഹ ആൻഡ് ടിയാഗോ കൗണ്ടർ അറ്റാക്കിൽ തീയാണ്. സോ ഫസ്റ്റ് ഹാഫിൽ കോൾഡോ ആൻഡ് ജുവാൻ ഉപയോഗിച്ച് സെറ്റ് പീസ് ആൻഡ് ഷോർട്ട് പാസിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും. പിന്നീട് സെക്കൻഡ് ഹാഫിൽ കൗണ്ടർ അറ്റാക്ക് ആൻഡ് സ്പീഡി ട്രാൻസിഷൻ ആയിരിക്കും മൈ ഒപ്പീനിയൻ ബെസ്റ്റ് ഗെയിം സ്റ്റൈൽ. എന്തെല്ലാം പറഞ്ഞാലും ഈ സീസൺ അൾവാരോ ഡയസ് സീസണിന്റെ ഒരു വൈബ് ഉണ്ട്. അതുപോലെ തന്നെ ആയാൽ പൊളിച്ച്